യിൽ ഞാൻ കണ്ടുമുട്ടുമ്പോൾ അവരുടെ നിയോഗങ്ങളും അവരുടെ ഉടമ്പടിയുടെ നിലവാരങ്ങളും കൂടി നോക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് ഒരു ഇച്ഛാഭംഗം വരും. ഉടമ്പടി 5 പുതുക്കിയവരും 6 പുതുക്കിയവരും ഉണ്ട്. അവരുടെ നിയോഗങ്ങളും അവരച്ഛൻ്റെ അടുത്ത് അൾത്താരയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന നിയോഗങ്ങളും അവരുടെ നിലവാരവും കൂടി നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. എന്ന് വെച്ചാൽ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പുതുക്കിയവർക്ക് 2 പുതുക്കിയതിൻ്റെ നിലവാരമാണ് ഉള്ളത് പലർക്കും. അത് ഇതിൻ്റെ വരുന്നൊരു അപകടമാണ്. 5 പുതുക്കിയവരാണ്, പക്ഷേ നിലവാരം അവിടെ ക്വാളിറ്റി ഗുണനിലവാരം 2 പുതുക്കിയതിൻ്റെതാണ്. ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാതൃകയായി ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ തെറ്റ് സംഭവിക്കുന്നുണ്ട്. അവർ 6, 7 ഒക്കെ പുതുക്കുന്നുണ്ടാകും, പക്ഷേ അവരുടെ ആത്മീയ നിലവാരം 2 പുതുക്കേണ്ടതാണ്. സമീപനത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. വൈകാരികമായ പ്രതികരണങ്ങളിലൊന്നും അവർക്കൊരു വളർച്ച ഉണ്ടായിട്ടില്ല. വൈകാരിക പ്രതികരണം, അതായത് കുറച്ച് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ ഉടമ്പടി 1 പുതുക്കി 2ാമത്തെ പുതുക്കിന് തന്നെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക്. ഉടമ്പടി 2 പുതുക്കുമ്പോൾ പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാര്യം ഉടമ്പടിയിൽ മാത്രമാണ് ഈ സാധാരണ പ്രാർത്ഥനാ പദ്ധതികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഉടമ്പടിയിലാണ്. അപ്പോൾ ഉടമ്പടിയിൽ വരുമ്പോൾ 2 പുതുക്കി അല്ലെങ്കിൽ 2 പുതുക്കി കഴിയുമ്പോൾ തന്നെ പ്രസൻസ് ഫീൽ ചെയ്യും ആൾക്കാർക്ക്. അത് അവരുടെ സത്യസന്ധത അനുസരിച്ചിരിക്കും. ചില ആൾക്കാർ ഭയങ്കര സത്യസന്ധമായിട്ടാണ് ആ ഉടമ്പടി ചെയ്യണത്. വളരെ പാകതയോടെ അർത്ഥവത്തായി ദൈവത്തോട് പരിശുദ്ധ അമ്മ വഴി താൻ ജീവിതം കൊണ്ട് ഉടമ്പടി ചെയ്യുന്നു എന്നുള്ള ആ ഉടമ്പടി ബോധമുണ്ട് അവർക്ക്. ഉടമ്പടിയിൽ എനിക്ക് ഏറ്റവും വേണ്ടത് ഉടമ്പടി ബോധമാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഉടമ്പടിയിൽ എല്ലാവർക്കും വേണ്ടിയത് ഉടമ്പടി ബോധം എന്ന് വെച്ചാൽ ഉടമ്പടി ബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ രാത്രിയിലും പകലിലും ഇരുട്ടിലും വെളിച്ചത്തിലും ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിലാണ്. അതാണ് ഉടമ്പടി ബോധം എന്ന് പറയണത്. ഞാൻ രാത്രിയും പകലും ഇരുട്ടിലും വെളിച്ചത്തിലും ദൈവമായിട്ട് ഉടമ്പടിയിലാണ്. ഈ ഉടമ്പടി ബോധം നമ്മൾ നർച്ചർ ചെയ്യണം, അത് കൾച്ചർ ചെയ്തെടുക്കുന്നത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അവയർനെസ്സിലൂടെയാണ്. എപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ബോധം ഉണ്ടാകും. ഈ ബോധം എപ്പോഴും വരണത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ മെയിൻ്റനൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് ഉടമ്പടിയിലെ പ്രധാന